നമസ്കാരം. അമേരിക്കയും റഷ്യയും ട്രംപിസത്തിലൂടെ കൂടുതൽ അടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് റഷ്യയ്ക്ക് അനുകൂലമായ സന്ദേശമാണ്. തിരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കി എന്നും എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം തന്നെ അവശേഷിപ്പിക്കില്ലെന്നുമാണ് ട്രംപ് വിമർശിച്ചത്. തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്തിലൂടെയാണ് ട്രംപിന്റെ വിമർശനം. ഇതോടെ യുക്രൈന് മേൽ റഷ്യയ്ക്ക് മുൻതൂക്കവും കിട്ടുകയാണ്. പണമായും ആയുധങ്ങളായും റഷ്യക്കെതിരെ പോരാടുന്ന യുക്രൈന് അമേരിക്ക സഹായങ്ങൾ നൽകി വന്നിരുന്നു. അതൊന്നും ഇനി കിട്ടില്ല. പുതിയ ലോകക്രമം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി റഷ്യയുമായി അടുക്കാനാണ് അമേരിക്കൻ തീരുമാനം. 2019 സെലൻസ്കി യുക്രൈനിൽ അധികാരത്തിലെത്തിയത്. എന്നാൽ അധികാര കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ യുക്രൈനിൽ റഷ്യൻ അധിനിവേശം തുടങ്ങിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിക്കപ്പെടുകയും സെലൻസ്കി അധികാരത്തിൽ തുടരുകയുമായിരുന്നു. സെലൻസ്കി യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ല. ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് അയാൾ മിടുക്ക് കാണിച്ചത്. അതേസമയം റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള വിജയകരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന് മാത്രമേ അത് സാധിക്കൂവെന്ന് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നുവെന്നും ട്രംപ് കുറിച്ചിരുന്നു. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ നിലപാടുകളും മാറിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായാണ് ട്രംപിന്റെ വിമർശനം. യുദ്ധത്തിന് ഉത്തരവാദി യുക്രൈൻ ആണെന്ന് ട്രംപ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. മാത്രമല്ല, സെലൻസ്കിക്ക് ജനപ്രീതി ഇല്ലെന്നും വെറും 4% ആളുകളുടെ പിന്തുണ മാത്രമാണുള്ളതെന്നും ട്രംപ് വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെ റഷ്യ പടച്ചുവിടുന്ന വ്യാജ പ്രചാരങ്ങളുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നതെന്ന് സെലൻസ്കി തിരിച്ചടിച്ചിരുന്നു. ഇരു നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൂടി അമേരിക്ക പതിയെ റഷ്യയുമായി അടുക്കുകയാണ്. 2022 ഫെബ്രുവരി 24 റഷ്യ അധിനിവേശം ആരംഭിച്ചതു മുതൽ യുക്രൈന് സർവ്വ പിന്തുണയുമായി നിലകൊണ്ട രാജ്യമാണ് US. റഷ്യയെ ആഗോളതലത്തിൽ നയതന്ത്രപരമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്താൻ മുൻപന്തിയിൽ നിന്നത് ബൈഡൻ സർക്കാർ ആയിരുന്നു. എന്നാൽ ട്രംപ് അതിനില്ല. ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു. യുക്രൈൻ വിഷയം പരിഹരിക്കുന്നതിനൊപ്പം US റഷ്യ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും പരസ്പരം സ്ഥാനപതികളെ നിയമിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പുടിന് വിജയം അവകാശപ്പെടാനാകുന്ന തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ധാരണയുണ്ടാക്കുമെന്ന റിപ്പോർട്ടും ഉണ്ട്. നിർദ്ദിഷ്ട ട്രംപ് പുടിൻ യോഗത്തിന്റെ മുന്നോടിയായി അമേരിക്കൻ റഷ്യൻ പ്രതിനിധികൾ റിയാദിൽ ചർച്ച നടത്തിയിരുന്നു. സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ മാർഗനിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ചയായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ലോകത്ത് സമാധാനം സ്ഥാപിക്കുക, സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സൗദി അറേബ്യ മുൻകൈയെടുത്ത് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾക്കും ചർച്ചകൾക്കും റിയാദ് ആതിഥേയത്വം വഹിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിലേക്കുള്ള പരിഹാര മാർഗങ്ങളിന്മേലാണ് അമേരിക്കൻ റഷ്യൻ വിദേശകാര്യ മന്ത്രിമാരുടെ ചർച്ച ആരംഭിച്ചിരുന്നത്. ചർച്ചയിൽ യുക്രൈനെ പങ്കെടുപ്പിച്ചുമില്ല. അമേരിക്കൻ പ്രതിനിധി സംഘവുമായി നടത്തിയ ചർച്ച പ്രതീക്ഷാ നിർഭരമാണെന്നാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത റഷ്യൻ പ്രസിഡൻഷ്യൽ അസിസ്റ്റന്റ് യൂറി ഉഷാക്കോവ് പറഞ്ഞത്.